ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം സലഫി മൻഹജിനെ മറ്റുള്ള ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കക്ഷികൾ അല്ലെങ്കിൽ സംഘങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യമാകുന്ന ദീൻ ഇസ്ലാമാണ്. അല്ലാഹു തൃപ്തിപ്പെട്ട ദീൻ ഇസ്ലാമാണ്. നാളെ ഖബറിൽ നമ്മോട് ചോദിക്കപ്പെടുന്ന ചോദ്യവുമാണ് മാ ദീനുക, നിന്റെ ദീൻ എന്തായിരുന്നു എന്നത്. അപ്പോൾ അതിനാൽ ഇസ്ലാം എന്ന് മറുപടി പറയണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. എന്താണ് ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവ് വേണം. സ്വാഭാവികമായും ഒരാൾ ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് മുമ്പിൽ ഇന്നൊരാൾ ഒരു ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇന്ന് ഒരു വ്യക്തി സംശയത്തിലാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കിതാബുകളിൽ നോക്കി പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പല കക്ഷികളെ പല പേരുകളിൽ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് മുഅ്തസിലിയാക്കൾ, ജഹ്മിയാക്കൾ, അല്ലെങ്കിൽ ഖദരിയാക്കൾ, ജബരിയാക്കൾ, കുല്ലാബിയാക്കൾ, കറാമിയാക്കൾ, ഇങ്ങനെ പല പേരുകളിൽ ഇസ്ലാമിനെ തന്നെ പരിചയപ്പെടുത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇനി നമ്മുടെ നാട്ടിൽ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ വ്യത്യസ്ത സംഘങ്ങളായും സംഘടനകളായും പേരുകളിൽ ആളുകളെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരാൾ ഇസ്ലാം സ്വീകരിച്ച് വരികയാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ്, ഇസ്ലാമിനെ കുറിച്ച് അധികമൊന്നും അറിയില്ല, അല്ലെങ്കിൽ മുസ്ലിമായി ജനിച്ചു പക്ഷേ ഇസ്ലാമിനെ കുറിച്ച് അധികം അറിവൊന്നുമില്ല. അയാൾ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, കുറേ ആളുകൾ പല പേരുകളിൽ സംഘങ്ങളായിട്ടുണ്ടാകും. ഇപ്പോൾ സമസ്ത എന്ന പേരിൽ, അലി തബ്ലീഗ്, അലി ജമാഅത്തെ ഇസ്ലാമി, ത്വരീഖത്തുകൾ, അല്ലെങ്കിൽ മുജാഹിദ്, അതുപോലെയുള്ള സംഘടനകൾ, അങ്ങനെ പല പേരുകളിൽ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന വലിയൊരു സംശയമാണ്, ഇതിലേതാണ് ശരിയായ ദീൻ, ഇതിലേതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദീൻ, ഇതിലേത് ഞാൻ പരിശീലിച്ചാലാണ്, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഏത് വിശ്വാസവും കർമ്മവും അംഗീകരിച്ചാലും പ്രവർത്തിച്ചാലുമാണ് എനിക്ക് നാളെ പരലോകത്ത് വിജയം നേടാൻ സാധിക്കുക എന്ന് ഒരു സാധാരണക്കാരൻ്റെ സംശയമാണ്. വലിയ അറിവുള്ള ഒരാളുടെ അല്ല, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ സംശയമാണ്. ചില ആളുകൾ ഈ സംശയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ പഠിക്കാനോ ഒന്നും തയ്യാറാവാതെ ഞാൻ കാലങ്ങളായിട്ട് കേട്ടുവരുന്ന എൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ പഠിപ്പിച്ചു തന്ന ദീൻ അത് മതി, ഇനി കൂടുതലൊന്നും പഠിക്കുകയൊന്നും വേണ്ട പറഞ്ഞു നിൽക്കും. ചില ആളുകൾ ദീൻ തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോളാം എന്ന നിലക്കാവും, അങ്ങനെ പല തീരുമാനങ്ങൾ എടുക്കും. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വസ്തു നമ്മുടെ വീട്ടിലേക്ക് വാങ്ങുക, നമ്മളൊരു വീട് വെക്കുകയാണെന്ന് വിചാരിക്കുക. ആ വീട് വെക്കുമ്പോൾ അതിൻ്റെ തറയും അതിൻ്റെ കല്ലും അതിൻ്റെ പെയിൻറ്റും അതിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും അതുപോലെ ഓരോ കാര്യങ്ങളും അതിലേതാണ് നമുക്ക് ലാഭകരമായിട്ടുണ്ടാവുക, നമുക്ക് ഉപകാരപ്രദമാവുക എന്ന് നോക്കാൻ നമ്മൾ എത്ര പരിശ്രമിക്കും? കഴിവിൻ്റെ പരമാവധി നോക്കും, അറിയുന്ന ആളുകളോട് ചോദിക്കും, നമ്മുടേതായ പഠനങ്ങൾ നടത്തും, എന്നിട്ടാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായത് തിരഞ്ഞെടുക്കുക. എന്നാൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെടണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ദീനിൻ്റെ കാര്യത്തിൽ നാം അത് അറിയാതെയും പഠിക്കാതെയും മനസ്സിലാക്കാതെയും ഏതെങ്കിലും ഒന്ന് മതി, ഏതെങ്കിലും ആൾക്കാരുടെ ഒപ്പം കൂടിയാൽ മതി, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എത്ര വലിയ വിഡ്ഢിയായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തി. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഏതാണ്
നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വിജയം നൽകുന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷ നൽകുന്ന, നമ്മെ സ്വർഗാവകാശിയാക്കുന്ന കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി ഈ വിഷയത്തിൽ പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും പറയാതെ വിട്ടുപോയിട്ടില്ല. നരകത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു കാര്യവും പറയാതെ വിട്ടുപോയിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും തെളിഞ്ഞ പാതയിലാണ് നമ്മെ വിട്ടേച്ചു പോയിട്ടുള്ളത്. അത്രയും വ്യക്തമായി മനസ്സിലാക്കി തന്നിട്ടും ആ ദീൻ അറിയാതെയും പഠിക്കാതെയും ഒരാൾ പിഴച്ചു പോകുന്നുണ്ടെങ്കിൽ അവനാണ് ഹാലിക്, നാശം സംഭവിച്ചവൻ. വളരെ പ്രശസ്തമായ ഒരു ഹദീസാണ് ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അതിൽ അദ്ദേഹം പറയുകയാണ്, സ്വല്ലല്ലാ ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്ർ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നിസ്കാരം നിസ്കരിച്ചു, സ്വഹാബികൾക്ക് ഇമാമായി നിന്ന്. ثم وعظنا موعظة بليغة ذرفت منها العيون ووجلت منها القلوب. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശം നൽകി, വളരെ സംക്ഷിപ്തമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ഉപദേശം. അത് കേട്ട ആളുകളുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന, കൽബ് ഭയം കൊണ്ട് വിറച്ചു പോകുന്ന അവസ്ഥയിലുള്ള ഒരു ഉപദേശമായിരുന്നു അത്. ഫഖാല ഖായിലുൻ, അപ്പോൾ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കഅന്നഹാ മൗഇളതു മുവദ്ദിഇൻ. റസൂലേ, ഇതൊരു യാത്ര പറഞ്ഞു പോകുന്ന, ഇനിയൊരു ഉപദേശവും നൽകാനില്ലാത്ത ഒരാളുടെ അവസാന ഉപദേശം പോലെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. ഫഔസിന, എന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞങ്ങൾക്കൊരു ഉപദേശം നൽകണം, ഞങ്ങൾക്ക് വസിയത്ത് നൽകണം എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്തായിട്ട് നൽകുകയാണ്, ഊസീകും ബിത്തഖ്വല്ലാഹ്, ഞാൻ നിങ്ങളെ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യക്കാർക്കും അവസാനക്കാർക്കും നൽകിയിട്ടുള്ള വസിയത്താണ് എന്ത്? ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം. അത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വസ്സംഇ വത്താഅതി വഇൻ കാന അബ്ദൻ ഹബശിയൻ, നിങ്ങളുടെ മേലെ ഭരണാധികാരിയായിട്ട് വരുന്നത് ഒരു ഹബശി അടിമയാണെങ്കിലും, ഒരു നീഗ്രോ ആയിട്ടുള്ള ഒരു അടിമയാണെങ്കിലും നിങ്ങൾ അയാളെ കേൾക്കുകയും അനുസരിക്കുകയും വേണം. ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളെ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളെ കാണും. വിശ്വാസത്തിലാവട്ടെ കർമ്മങ്ങളിലാവട്ടെ ദീനിന്റെ വിഷയത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളിലായിട്ട് ആളുകളാകുന്നത് കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ? ഇല്ല. കാരണം എന്ത് വിഷയം ഉണ്ടെങ്കിലും ആരിലേക്ക് മടക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് മടക്കണം. പിന്നെ അവിടെ ഒരു വ്യത്യാസമല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവിക്കും. അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്താ? അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് മനസ്സിലായി. പിന്നെ അടുത്ത ചോദ്യം എന്താ ഒരാൾക്ക് ഉണ്ടാവേണ്ടത്? അപ്പൊ അതിലേതാ ശരി? അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയാണ്, ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. ഞാനിവിടെ കാണിച്ച് മാതൃക കാണിച്ച് തന്നിട്ടുള്ള പാതയെ മുറുകെ പിടിക്കണം. അങ്ങനെ വരുമ്പോൾ വീണ്ടും സംശയമായി. എല്ലാവരും ഇപ്പൊ പറയുന്നത് സുന്നത്ത് തന്നെ അല്ലേ? എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തന്നെ അല്ലേ പറയുന്നത്? അപ്പൊ പിന്നെ എന്താണ് പ്രശ്നമുള്ളത്? അപ്പൊ എങ്ങനെ മനസ്സിലാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവസാനിപ്പിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എനിക്ക് ശേഷം നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന എൻ്റെ ഖലീഫമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള ഖലീഫാക്കളായി വന്ന സഹാബികൾ, അവരുടെ സുന്നത്ത് നിങ്ങൾ മുറുകെ എന്തായി? എളുപ്പമായി. അപ്പോ എളുപ്പം കാര്യത്തിൽ മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് മുറുകെ പിടിക്കുക, സഹാബികളായിട്ടുള്ളവരുടെയും ശ്രേഷ്ഠരായ സഹാബികളുടെ ഖലീഫമാരുടെ സുന്നത്ത് മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫതമസ്സകൂ ബിഹാ, നിങ്ങൾ അതിനെ മുറുകെ തന്നെ പിടിക്കണം, ഉറപ്പിച്ച് പിടിക്കണം. എന്നിട്ട് ഒന്നുകൂടി പറയാണ്, അദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണം, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഒരു ബലത്തിൽ പിടിക്കണം തോന്നുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് ചില കെട്ടുകളൊന്നും പൊട്ടില്ല, നമ്മൾ എന്ത് ചെയ്യും? ഈ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ച് വലിക്കും. കാരണം ഒന്നുകൂടി ബലത്തിൽ പിടിച്ചു നിൽക്കാൻ, ഉറപ്പിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ നിങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെയും സഹാബികളുടെ സുന്നത്തിനെയും മുറുകെ പിടിക്കണം. എന്നിട്ട് പറഞ്ഞു വഇയ്യാകും വൽ മുഹ്ദസാത്ത്, നിങ്ങൾ പുതുതായി ഉണ്ടാക്കുന്ന ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കുന്നതിന് സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെ പുതുതായിട്ട് ആര് എന്ത് കൊണ്ടുവന്നാലും അതെന്താണ്? ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സഹാബികൾക്കോ പരിചയമില്ലാത്ത ഒരു കാര്യം ദീനിൽ പുതുതായി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വഴികേടിലേക്ക് വഴികാട്ടുന്ന, പിന്നീട് അത് നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്, ഗൗരവമുള്ള കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. വളരെ എളുപ്പത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ഈ കാര്യം പറഞ്ഞത്. അപ്പോ ദീനെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ഇത് ഒരു അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സ്വഹാബികളുടെ സുന്നത്തും ആരാണോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതാണ് യഥാർത്ഥ ദീൻ. അതല്ലാത്തൊന്നും ശരിയാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വഹാബികൾ മനസ്സിലാക്കിയത് എന്താണോ അതാണ് ദീൻ. ഒരു ഉപമ പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധാരണ നമ്മൾ പറയുന്ന ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അധ്യാപകൻ വന്നിട്ട് ബോർഡിൽ അറബി അധ്യാപകനാണ് വന്നത്. എന്നിട്ട് അലിഫ് എന്ന് എഴുതി, അലിഫ് എഴുതി. അപ്പൊ കുറച്ച് കുട്ടികൾ എന്ത് കണ്ടു? അറബി അധ്യാപകൻ അവിടെ ഒരു വരയിടുന്നത് കണ്ടു. അറബി അധ്യാപകൻ ആ വരയിടുന്നത് എന്ത് പഠിപ്പിക്കാനാണ്? അലിഫ് എന്ന് പഠിപ്പിക്കാനാണ്. അതിന് ആ അധ്യാപകൻ പോയി. അപ്പൊ ആ ക്ലാസ്സിൽ ഇല്ലാത്ത മറ്റു ചില കുട്ടികൾ പിന്നീട് വന്നിട്ട് പറഞ്ഞു, ഇത് കണക്കധ്യാപകൻ ഒന്നിട്ടതാണെന്ന് പറഞ്ഞു. കണക്കധ്യാപകൻ വന്നിട്ട് ഒന്നിട്ടതാണെന്ന് പറഞ്ഞു, ഒന്നാണത് എന്ന് പറഞ്ഞു. പിന്നെ വേറെ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, ഇല്ല, ഇത് ഇംഗ്ലീഷ് അധ്യാപകൻ ക്യാപിറ്റൽ ലെറ്റർ ഐ ഒന്ന് ക്യാപിറ്റൽ ലെറ്ററിലാക്കിയിട്ട് ഇട്ടതാണ്, വരച്ചതാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആ ഒരു വര ഈ രീതിയിലൊക്കെ അവതരിപ്പിക്കാം, ഈ രീതിയിലൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ആർക്കേ അതെന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവുള്ളൂ? അത് ഇട്ട വ്യക്തി എന്തുദ്ദേശത്തിലാണോ അത് വരച്ചത് അത് അറിഞ്ഞ ആളുകൾക്കാണ്. അതാരാണ്? അത് എഴുതുമ്പോൾ അവിടെ ക്ലാസ്സിലുണ്ടായിരുന്ന ആ കുട്ടികളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറങ്ങുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊടുക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നേരിട്ട് കേൾക്കാനും എഴുതാനും പകർത്താനും സംശയങ്ങൾ ചോദിക്കാനും തൗഫീഖ് ലഭിച്ച, അള്ളാഹു തിരഞ്ഞെടുത്ത സ്വഹാബികൾ എന്താണോ മനസ്സിലാക്കിയത് അതാണ് ദീൻ, അതാണ് ദീൻ. അതല്ലാത്തതെല്ലാം വഴികേടാണ്. അതല്ലാത്ത എന്തെല്ലാം ദീനി വീക്ഷണങ്ങൾ ആളുകൾ അവതരിപ്പിക്കുന്നുണ്ടോ അത് എന്തെങ്കിലും പേരിലുള്ളവരാവട്ടെ, സംഘങ്ങളാവട്ടെ, സംഘടനകളാവട്ടെ, വിഭാഗങ്ങളാവട്ടെ, അതെല്ലാം വഴികേടിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് അടിസ്ഥാനം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ഉമ്മത്തി ഖർനി, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമരായവർ എൻ്റെ സമൂഹമാണ്. ثم الذين يلونهم ثم الذين يلونهم, പിന്നീട് അതിനുശേഷം വരുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. അതായത് സഹാബികളിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച ശിഷ്യന്മാരായിട്ടുള്ള താബിഈങ്ങൾ, അതിനുശേഷമുള്ള തബഅ താബിഈങ്ങൾ, ആരാണോ സഹാബികളുടെ പാതയിൽ നിന്ന് അവരാണ് ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അപ്പൊ ഈ പാത പിൻപറ്റുന്നതിന്റെ പേരാണ് സലഫി മൻഹജ് എന്ന് പറയുന്നത്. സലഫുകൾ എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ, അവർ പോയിട്ടുള്ള മാർഗം എന്താണോ അത് പിൻപറ്റുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ധാരാളം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബികളുടെ മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞത് കാണാം. ഇത് മനസ്സിലായി കഴിഞ്ഞാലുണ്ടല്ലോ, ദീനിന്റെ ഈ അടിസ്ഥാനം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആരോടും, ഏതൊരു പിഴച്ച വ്യക്തിയോടും നമുക്ക് ചോദിക്കാൻ സാധിക്കും, സഹാബികൾ ഇതിനെങ്ങനെ മനസ്സിലാക്കി, ഈ കാര്യത്തെ സഹാബികൾ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ദീനവിടെ വ്യക്തമാണ്. ഖുർആനും ഹദീസും കഴിഞ്ഞാൽ സഹാബികൾ അതിനെങ്ങനെ മനസ്സിലാക്കി എന്ന ചോദ്യം കഴിഞ്ഞാൽ ദീന് പൂർണ്ണമാവും. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. ഒരു ഹദീസിൽ നമുക്ക് കാണാം, അബൂ മുസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് സ്വഹീഹ് മുസ്ലിമിലെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികം ആകാശത്തേക്ക് നോക്കാറുണ്ട്. നോക്കിയിട്ട് പറഞ്ഞു, അൻ-നുജൂമു അമനത്തുൻ ലിസ്സമാ, ഈ നക്ഷത്രങ്ങൾ ആകാശത്തിനൊരു സംരക്ഷണമായിട്ട് അള്ളാഹു ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഫൈദാ ദഹബത് അൻ-നുജൂമു അതസ്സമാഅ അംറുഹാ, ആ നക്ഷത്രങ്ങൾ നീങ്ങുന്ന ഒരു സമയത്ത് ആകാശത്തിന് വിധിക്കപ്പെട്ടത് എന്താണോ അതവിടെ സംഭവിക്കും. അഥവാ ലോകാവസാനത്തിൽ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ ആകാശം പൊട്ടിത്തകരുന്ന അവസ്ഥയുണ്ടാകും.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വ അന അമനതുൻ ലി അസ്ഹാബി, ഞാൻ എൻ്റെ സഹാബികൾക്കുള്ള ഒരു സംരക്ഷണമാണ്. സഹാബികളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്, അവിടെ തീർക്കാൻ. എന്നിട്ട് പറയാണ് ഫഇദാ ദഹബ്തു, ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മരണശേഷം അത അസ്ഹാബി മാ യുഅദൂൻ, സഹാബികൾക്കിടയിൽ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ള കാര്യം സംഭവിക്കും. കാരണം അവരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില ആശയ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ മുജ്തഹിദുകളാണ്, അതുകൊണ്ട് തന്നെ തെറ്റിയാലും അവർക്ക് പ്രതിഫലമുണ്ട്. വസ്ഹാബി അമനതുൻ ലി ഉമ്മതി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം എൻ്റെ സഹാബികൾ എൻ്റെ ഉമ്മത്തിന് സംരക്ഷണമായിട്ടുള്ളവരാണ്. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മതി മാ യുഅദൂൻ, എൻ്റെ സ്വഹാബികൾ നീങ്ങിപ്പോയാൽ അവരുടെ കാലശേഷം ഈ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട് സംഭവിക്കും. അതായത് സ്വഹാബികളുടെ കാലശേഷമാണ് ധാരാളം ഫിത്നകൾ ഇസ്ലാമിക ലോകത്ത് സംഭവിച്ചത്. കാരണം ആ സ്വഹാബികൾ ജീവിച്ചിരിക്കുമ്പോൾ ദീൻ എന്തിലേക്ക് മടക്കാം? ആ സ്വഹാബികൾ മനസ്സിലാക്കിയതിലേക്ക് മടക്കാൻ പറ്റും. പക്ഷെ അതിനുശേഷം ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായത് കാണാം. അപ്പൊ സഹാബികൾ എന്നുള്ളത് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തവരാണ്. അവർ മനസ്സിലാക്കിയതുപോലെ മാത്രമേ നാം ദീൻ മനസ്സിലാക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ പഴച്ചു പോകും. ഇസ്ലാമിക ലോകത്ത് സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പിഴച്ചുപോയ വലിയ പിഴവിലായ വിഭാഗമാണ് ഖവാരിജികൾ എന്ന് പറയുന്നത്. അലി റളിയല്ലാഹുവിനെതിരെയും അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹുവിനെതിരെയും നിന്ന് അവർ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ നീണ്ട ഒരു ചരിത്രമാണ്, അതിന്റെ ഒരു ഭാഗം പറയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിൽ തീവ്ര നിലപാടായിട്ടുള്ള കുറച്ച് ആളുകളോട് സംസാരിക്കാൻ പോയി. അവരുടെ വാദം തെറ്റാണ് എന്ന് പറയാൻ മനസ്സിലാക്കി കൊടുക്കാൻ പോവുകയാണ്. അതിന് പോയ സമയത്ത് അവരോടുമായി സംസാരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞ ചില വാക്കുകളുണ്ട്. എന്താണെന്നറിയോ? പറയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളോട് പറയാണ് അതൈതുകും മിൻ ഇൻദി അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഹാജിരീന വൽ അൻസാർ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത് മുഹാജിറുകളും അൻസാറുകളുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ അടുക്കൽ നിന്നാണ്. ومن عند ابن عم النبي صلى الله عليه وسلم وصهره وعليهم نزل القرآن, ഞാൻ വന്നിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രൻ, അതായത് അന്നത്തെ ഖലീഫ ആയിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു, മരുമകനായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലാണ്. എന്നിട്ട് പറയാണ് അവരിലാണ് ഖുർആൻ ഇറങ്ങിയത്, ആ സ്വഹാബികളുടെ മേലാണ് ഖുർആൻ ഇറങ്ങിയത്. ഫഹും അഅലമു ബിതഅ്വീലിഹി മിൻകും, നിങ്ങളെക്കാൾ അവർക്കാണ് ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണങ്ങൾ അറിയുക. ആരോടാ പറയുന്നത്? ഖവാരിജികളോട്. ഖുർആന്റെ ആയത്ത് തെറ്റായി വ്യാഖ്യാനിച്ച പിഴച്ചു പോയ ഖവാരിജികളോട് പറയാണ് അവർക്കാണ് നിങ്ങളെക്കാൾ ഖുർആനിന്റെ വിശദീകരണം അറിയുക. വലൈസ ഫീകും മിൻഹും അഹദുൻ, വളരെ വ്യക്തമായിട്ടുള്ള വാക്കാണ്. നിങ്ങളിൽ സ്വഹാബികളിൽപ്പെട്ട ഒരാൾ പോലുമില്ല. സ്വഹാബികളുടെ കാലത്ത് തന്നെ പിഴച്ച വിഭാഗമാണ് ആര്? ഖവാരിജികള്. ആ ഖവാരിജികളുടെ കൂട്ടത്തിൽ 3000-ഓളം വരുന്ന ഖവാരിജികളോട് പറയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒറ്റ സ്വഹാബി പോലുമില്ല. ഖുർആനെ അവർ വ്യാഖ്യാനിച്ച ആളുകളാണ്, ദുർവ്യാഖ്യാനിച്ച ആളുകളാണ്. അവരോട് പറയാം ഒറ്റ സ്വഹാബികളുടെ കൂട്ടത്തിലില്ല. അവര് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ അറിയിക്കാം, നിങ്ങൾ പറയുന്നത് അവരെ അറിയിക്കാം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതായത് ഖുർആനിന്റെ ആയത്ത് നിങ്ങൾ പറയുന്നതാണോ അവര് പറയുന്നതാണോ ശരിയാവുക എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വാക്കാണ് സഹാബികളുടെ കൂട്ടത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്, അവരുടെ കൂട്ടത്തിൽ ഒരാൾ പോലും നിങ്ങളുടെ അടുക്കലില്ല, കാരണം അതുകൊണ്ടാണ് നിങ്ങൾ പഴച്ചത് എന്നറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാ കാലത്തും ദീനിന്റെ വിഷയത്തിൽ ഒരാൾ പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഒരാൾ വഴികേടിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം സഹാബികൾ മനസ്സിലാക്കിയതുപോലെ ദീനിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ഇസ്ലാമിനെ പഠിക്കുന്ന, മനസ്സിലാക്കാൻ തുടങ്ങുന്ന, പരിശീലിക്കാൻ തുടങ്ങുന്ന തുടക്കക്കാരനായ ഒരാൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, സ്വഹാബികൾ അതിനെ എങ്ങനെ മനസ്സിലാക്കി. അയാൾക്ക് എന്തൊരു സുഖാണ്, എന്തൊരു സുഖാണ്. ഏതൊരു വിഭാഗം അയാളുടെ അടുത്ത് സംസാരിക്കാൻ വന്നാലും, ഇസ്ലാമിന്റെ പേരിലുള്ള ഏതൊരാൾ വന്നാലും അവരോട് ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അവന് മറുപടി ചോദിക്കാം. സ്വഹാബികൾ ഇപ്പൊ ഒരാൾ പറയാണ്, ഇപ്പൊ ഒരാള് നബിദിനം ആഘോഷിക്കുന്ന കാര്യമായിട്ട് വരിക, അപ്പൊ അയാൾക്ക് എന്ത് ചോദിക്കാം? ഇത് സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരാൾ പറയാണ് ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടണം എന്ന് പറഞ്ഞിട്ട് വരികയാണ്, അപ്പൊ അയാൾ ചോദിക്കാം ഇത് സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ?
അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിഴച്ച വാദങ്ങൾ, അശരീയത്ത് അള്ളാഹുവിന്റെ ഏതെങ്കിലും നാമമോ വിശേഷണമോ നിഷേധിച്ചുകൊണ്ട് ഇപ്പൊ അള്ളാഹു എങ്ങനെയാണ് അർശിന് മേൽ ഇസ്തിവാ ചെയ്തിട്ടുള്ളത്, അതെങ്ങനെയായിരിക്കും? അപ്പൊ ചോദിക്കാം, സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ടോ? അതിനൊക്കെ മറുപടി കിട്ടും. എന്താണ്? അവന്റെ മാർഗം ശരിയാണ്. വിശ്വാസമാവട്ടെ കർമ്മമാവട്ടെ, ഈ ചോദ്യം അതിന്റെ അടിസ്ഥാനമാണ്. ഇതിലേക്ക് വെളിച്ചം വീശുന്ന മഹത്തായ ഒരു വാക്കാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മൻ കാന മുതഅസ്സിയൻ ഫൽയതഅസ്സ ബി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും മാതൃകയാക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പിൻപറ്റേണ്ട ഒരു മാതൃകയാക്കി വെക്കുന്നുണ്ടെങ്കിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ മാതൃകയാക്കട്ടെ. ഫഇന്നഹും കാനൂ അബർറ ഹാദിഹിൽ ഉമ്മ ഖുലൂബൻ. അവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും പുണ്യം നിറഞ്ഞ കൽബുള്ളവർ. വഅഅമഖഹാ ഇൽമൻ, ഏറ്റവും ആഴത്തിലുള്ള ഇൽമുള്ളവർ. വഅഖല്ലഹാ തകല്ലുഫൻ, അഭിനയവും വക്രതയും കുറഞ്ഞ ആളുകൾ. വഅഖ്വമഹാ ഹദിയൻ, ഏറ്റവും നേരായ മാർഗത്തിൽ നിന്നവർ. വഅഹ്സനഹാ ഹാലൻ, ഏറ്റവും നല്ല അവസ്ഥയിൽ ഉണ്ടായിരുന്നവർ. ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹ് ലിസുഹ്ബതി നബിയിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തവർ. വഇഖാമതി ദീനിഹി, ആ ദീനിനെ നിലനിർത്താൻ വേണ്ടി അറിവ് കൊണ്ടും കർമ്മം കൊണ്ടുമെല്ലാം അള്ളാഹു നിയോഗിച്ചവർ. ഫഅരിഫൂ ലഹും ഫദ്ലഹും, അവരുടെ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ ഫദ്ല് നിങ്ങൾ അറിയണം. വത്തബഊഹും ഫീ ആഥാരിഹിം, അവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റണം. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, അവർ നേരായ മാർഗത്തിലുള്ള ആളുകളായിരുന്നു. അപ്പൊ സഹോദരങ്ങളെ, സലഫി മൻഹജ് എന്ന് പറയുന്നത് ആ സ്വഹാബികൾ പോയിട്ടുള്ള, ആ സ്വഹാബികൾ ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ള, അവരെ പിൻപറ്റിയ അവരുടെ ശിഷ്യന്മാരായിട്ടുള്ള താബിഈങ്ങളും ആ താബിഈങ്ങളെ പിൻപറ്റിയ അവരുടെ ശിഷ്യന്മാരായ അത്ബാഉ താബിഈങ്ങളും കാണിച്ചു തന്ന മാർഗമാണ് അൽ മൻഹജുസ് സലഫ് എന്ന് പറയുന്നത്, അൽ മൻഹജുസ് സലഫി എന്ന് പറയുന്നത്. അപ്പോ അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ഇനി നമ്മുടെ വിഷയം അതല്ല, ഇത് വിശദീകരിക്കാൻ വേറെയും ധാരാളം ദലീലുകളും തെളിവുകളും ഉണ്ട്. ഞാൻ എന്താണ് മൻഹജുസ് സലഫി എന്ന് ആദ്യം പറഞ്ഞതാണ്. നമ്മുടെ വിഷയം മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്ന്, നമ്മുടെ നാടുകളിൽ ഇനി മുൻകാലങ്ങളിലുമാവട്ടെ, ഈ ഒരു പാതയിൽ നിന്ന് തെറ്റിയ ആളുകളിൽ നിന്ന് എങ്ങനെ അൽ മൻഹജുസ് സലഫി അല്ലെങ്കിൽ സലഫി മൻഹജിനെ വേർതിരിച്ച് മനസ്സിലാക്കാം, എങ്ങനെയാണ് ഒരാൾ സലഫിയാണ് എന്ന് മനസ്സിലാക്കാം, ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ വിഷയം. അതിൽ പ്രധാനപ്പെട്ട ചില അടയാളങ്ങളാണ് പറയുന്നത്. ഒരു സലഫിയായിട്ടൊരു വ്യക്തിക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ സലഫി മൻഹജിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംഘത്തിനുണ്ടാകുന്ന ചില പ്രത്യേകതകൾ, അതാണ് പറയുന്നത്. ഈ പ്രത്യേകതകൾ ആരിലുണ്ടോ ആ പ്രത്യേകത സലഫിയത്തിനെയും മറ്റുള്ള പിഴച്ച വിഭാഗങ്ങളെയും വേർതിരിക്കുന്ന കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേത് അൽ ഊല, സലഫികളുടെ പ്രത്യേകത അല്ലെങ്കിൽ സലഫിയത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ മൻഹജു സലഫിന്റെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത് അദ്ദഅവതു ഇല തൗഹീദ് വതഹ്ഖീഖുൽ ഇഖ്ലാസ് ലില്ലാഹ്. ഒന്നാമത്തെ കാര്യം, അവർ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവരായിരിക്കും. അവർ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഖ്ലാസോട് കൂടിയാക്കണമെന്ന് വീണ്ടും 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 ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നവരായിരിക്കും. ഇത് ഒന്നാമത്തെ ഗുണമാണ്. മൻഹജു സലഫിന്റെ ഉസൂലിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം തഹ്ഖീഖുത് തൗഹീദാണ്. തൗഹീദിനെ സാക്ഷാത്കരിക്കുന്നവരായിരിക്കും. അവർ തൗഹീദിനെ ദഅവത്ത് ചെയ്യുന്നവരായിരിക്കും. അവരുടെ ലക്ഷ്യം, അവർ മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ കാര്യം അത് തൗഹീദായിരിക്കും. അത് നബിമാർ പഠിപ്പിച്ച രീതിയാണ്. നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചപ്പോൾ ആ നബിമാർ ഈ സമൂഹത്തിനോട് ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? തൗഹീദാണ്. അതുകൊണ്ട് തന്നെ അവർ ആദ്യം മുന്നോട്ട് വെക്കുന്ന അവരുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദാണ്. ഷിർക്കിന്റെ ഒരു അംശത്തിനോടും അവർ നിൽക്കില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്ന ഒന്നിനോടും അതിലേക്ക് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുകയോ അവസ്ഥ സലഫികൾക്ക് ഉണ്ടാവില്ല, സലഫിയത്തിനുണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഏതൊരു ഖൗമിലേക്കും നാം റസൂലിനെ അയച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരോട് പറയാൻ വേണ്ടിയിട്ടാണ്. അൻ ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിനെ മാത്രം. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, വസ്തുക്കളുണ്ടോ, വ്യക്തികളുണ്ടോ അതിനെ ഒഴിവാക്കണം.
ഇത് സലഫികൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നാമത്തെ അടയാളം സഹോദരന്മാരെ, ആരാണോ തൗഹീദിനെ പഠിപ്പിച്ചു തരുന്നത്, അള്ളാഹു അല്ലാതെ ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല, അത് വലിയാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ജാറാവട്ടെ അല്ലെങ്കിൽ കല്ലാവട്ടെ മരമാകട്ടെ അല്ലെങ്കിൽ ഏതൊരു അവസ്ഥയിലുള്ള എന്തോ ആവട്ടെ, ഒന്നിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുന്നവരായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ഖീഖ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നവരായിരിക്കും, ഓർമ്മിപ്പിക്കുന്നവരായിരിക്കും. അതിനെ നഷ്ടം വരുത്തുന്ന ചെറിയ കാര്യങ്ങൾ പോലും ജനങ്ങളെ താക്കീത് ചെയ്തുകൊണ്ടിരിക്കും. റിയാ ആവട്ടെ, ലോകമാന്യതയാവട്ടെ, ഉജ്ബാവട്ടെ, സ്വന്തത്തിൽ അത്ഭുതം കൂറലാവട്ടെ, ഇതിനെയെല്ലാം എതിർത്തുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ്? ഇഖ്ലാസോട് കൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അപ്പൊ ഈ തൗഹീദിനെയും ഇഖ്ലാസിനെയും ആവർത്തിച്ച് പഠിപ്പിക്കുന്ന, അത് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന, അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകളായിരിക്കും സലഫികൾ. മൻഹജ് സലഫിന്റെ ഒന്നാമത്തെ പ്രത്യേകതയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യവുമാണത്. രണ്ടാമത്തേത്, നാം ചുരുക്കി കാര്യങ്ങൾ പറയാം. രണ്ടാമത്തേത് അത്തജറുദു ഫിൽ ഇത്തിബാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുന്നതിൽ അവർ കണിശത കാണിക്കുന്നവരായിരിക്കും. അവരതിൽ അവരെ കൊണ്ട് സാധിക്കുന്നതിൻ്റെ ഏറ്റവും പൂർണ്ണമായ നിലക്ക് അവരതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ആ സുന്നത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും, അത് ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ആ സുന്നത്തുകൾ, ആളുകൾ വിട്ടേച്ചു പോയിട്ടുള്ള സുന്നത്തുകൾ ഉണ്ടെങ്കിൽ അതിനെ ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും പൊതുസമൂഹത്തിലുള്ള കാര്യങ്ങളിലും കർമ്മങ്ങളിലും സ്വഭാവത്തിലും വിശ്വാസത്തിലും എല്ലാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ അവർ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യും. അവർ ഹദീസുകൾ പഠിക്കും. അതുകൊണ്ട് തന്നെ സലഫികളെ അഹ്ലുൽ ഹദീസ് എന്ന് പറയാറുണ്ട്. ഹദീസിന്റെ ആളുകൾ. അവർ ഹദീസുകളെ പഠിക്കുകയും അതിനെ ശരിയാം രീതിയിൽ സ്വഹീഹായിട്ടും അതല്ലാത്ത ബാക്കിയുള്ളതിനെ വേർതിരിച്ച് സ്വീകാര്യപ്രദമായ ഹദീസുകളെ പ്രമാണങ്ങളായി അംഗീകരിച്ച് ഖുർആനിന്റെ വിശദീകരണമായി മനസ്സിലാക്കി അത് ദീന് പഠിക്കുന്നിടത്തും പ്രാവർത്തികമാക്കുന്നിടത്തും ആ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ആളുകളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ മുഅ്മിനീങ്ങളെ, അതീഉല്ലാഹ വ അതീഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക. അള്ളാഹുവിനെ മാത്രം അനുസരിച്ചാൽ മതിയോ? ഇല്ല. വ അതീഉർ റസൂൽ, നിങ്ങളുടെ റസൂലിനെയും അനുസരിക്കുക. വ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൈകാര്യകർത്താക്കളായിട്ടുള്ള നിങ്ങളിലുള്ള ഉലമാക്കളെയും ഉമറാക്കളെയും പണ്ഡിതന്മാരെയും അധികാരികളെയും നിങ്ങൾ അനുസരിക്കുക ഇസ്ലാമിക ലോകത്തെ. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഇനി എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങൾ എങ്ങടാ മടക്കേണ്ടത്? അള്ളാഹുലേക്കും റസൂലിലേക്കാണ് മടക്കേണ്ടത്. അപ്പൊ എന്തെങ്കിലും ഒരു വിഷയത്തിൽ സലഫി മൻഹജ് ആണെങ്കിൽ, ഒരാൾ സലഫി ആണെങ്കിൽ, അവന് സലഫിയത്തെ പരിശീലിക്കുന്ന, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളാണെങ്കിൽ, അവന്റെ ജീവിതത്തിൽ ദീനിന്റെ ഒരു വിഷയത്തിൽ ഒരു ശക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ, ഒരു രണ്ട് അഭിപ്രായങ്ങൾക്ക് അവൻ സംശയത്തിലായാൽ അവൻ നേരെ ഖുർആനിലേക്ക് മടക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് മടക്കും. അവന്റെ സ്വന്തം ബുദ്ധി അവൻ പരിഗണിക്കൂല. ഒരു ഹദീസ് കേട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, അപ്പൊ അവൻ ചിന്തിക്കുകയാണ് അത് ശരിയല്ല, അതിലും നല്ലത് ഇതാണ് എന്ന നിലക്ക് സ്വന്തം ബുദ്ധിക്ക് സഹീഹായ ഒരു ഹദീസിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായിട്ട് ആര് മാറില്ല? മൻഹജ് സലഫ് പിൻപറ്റുന്ന ഒരു സലഫി മാറില്ല. സലഫി മൻഹജിന്റെ ആളുകൾ അവർ ഈ ഹദീസുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കും. അത് ഈമാനിന്റെ അടയാളമാണ്, അത് ഈമാനാണ്. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ഈമാൻ പോലെയാണ്. അത് കേവലം നാവ് കൊണ്ട് മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല, അത് അവന്റെ ഖൽബിൽ ഉറച്ച് അവന്റെ കർമ്മങ്ങളിൽ പ്രകടമാകുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമ ശജറ ബൈനഹും. അല്ലാഹു പറയാണ്, അവരൊരിക്കലും നബിയെ ഈമാൻ പൂർത്തീകരിക്കൂല, ഈമാനുള്ളവരാവില്ല, ഈമാനിന്റെ പൂർണ്ണത നേടിയവരാവില്ല. അവരുടെ ഇടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്ന് നിന്റെ അടുക്കൽ വിധി തേടാതെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണോ അതിലേക്ക് മടങ്ങാതെ, എന്നിട്ട് പറയാണ് ثُمَّ لَا يَجِدُوا فِي أَنفُسِهِمْ حَرَجًا مِمَّا قَضَيْتَ وَيُسَلِّمُوا تَسْلِيمًا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മടക്കിയെന്ന് മാത്രമാണോ? അല്ല, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അല്ലെങ്കിൽ ഹദീസിൽ വന്നിട്ടുള്ളത് അതിലേക്ക് ഒരു
ഒരു ഒരു വിമ്മിഷ്ടവുമില്ലാതെ, മനസ്സിൽ അതിനോടൊരു എതിർപ്പുമില്ലാതെ പൂർണ്ണമായി അത് അംഗീകരിച്ച് അതിൽ കീഴൊതുങ്ങുന്നത് വരെ അവർ ഈമാൻ പൂർത്തീകരിക്കില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ആളുകളായിരിക്കും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. എന്റെ ഉമ്മത്തിൽ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ച ആളുകൾ ഒഴികെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, റസൂൽ ആരാണ് വിസമ്മതിച്ചവർ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, എനിക്ക് എതിരായി നിന്നവൻ എന്താവൂല, അവനാണ് വിസമ്മതിച്ചവൻ എന്ന്. അപ്പൊ സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? എല്ലാ മേഖലയിലും, നമ്മുടെ രൂപത്തിൽ, വേഷത്തിൽ, പെരുമാറ്റത്തിൽ, കുടുംബജീവിതത്തിൽ, വേഷത്തിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ വിശ്വാസത്തിൽ, പൊതുസമൂഹത്തിലെ നമ്മുടെ ഇടപെടലുകളിൽ, അല്ലെങ്കിൽ നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ, ഇതിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ നാം മുറുകെ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം, അതിന് പഠിക്കണം. അതിന് ഇതിനെക്കുറിച്ച് നമ്മൾ അറിയുകയും പഠിക്കുകയും വേണം. മൂന്നാമത്തെ വ്യതിരിക്തത സലഫുകളുടെ അസറുകളെ, അവരുടെ മാർഗത്തെ, അതിനെ മാതൃകയാക്കി, അതിനെ മനസ്സിലാക്കി, അതിനെ പിൻപറ്റുന്നവരായിരിക്കും. സലഫുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വഹാബികൾ, അതിനുശേഷം വന്ന താബിഈങ്ങൾ, അതുപോലെ തന്നെ അവരിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങൾ, ഇവരെയാണ് നമ്മൾ സലഫുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വഹാബികളുടെ അസറുകളെ, അവർ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെ പിൻപറ്റുന്നവരാണ്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറഞ്ഞ കാണാം, തല ചൊറിയാൻ ഒരു അസർ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് തല ചൊറിയണം. തല ചൊറിയുന്ന വിഷയത്തിൽ സലഫുകളിൽ നിന്ന് ഒരു അസർ കിട്ടുകയാണെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. അത് അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു, നമ്മൾ ഈ ജീവിതത്തിൽ ഏത് മേഖല, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം സലഫുകൾ എങ്ങനെയായിരുന്നു? അവർ വണ്ണത്തിലും അതുപോലെ തന്നെ രൂപത്തിലും അവരെത്ര ചെയ്തിരുന്നു, അല്ലെങ്കിൽ എത്ര നന്നായി ചെയ്തിരുന്നു, അവർ കുടുംബത്തിൽ എങ്ങനെയായിരുന്നു, ഭാര്യമാരോട് എങ്ങനെയായിരുന്നു, മക്കളോട് എങ്ങനെയായിരുന്നു, മാതാപിതാക്കളോട് എങ്ങനെയായിരുന്നു, അവർ മസ്ജിദുകളിൽ എങ്ങനെയായിരുന്നു, അവരുടെ നോമ്പ് എങ്ങനെയായിരുന്നു, അവരുടെ ഖുർആൻ പാരായണം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അയൽവാസികളോടുള്ള ബന്ധം എങ്ങനെയായിരുന്നു, നമുക്ക് ഖുർആനിലും ഹദീസിലും നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ജീവിതത്തിൽ പകർത്തി മാതൃക കാണിച്ചു തന്ന ആളുകളാണ് ആര്? സലഫുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഏത് കാര്യവും അവരിലേക്ക് ചേർത്തി അവരെങ്ങനെ ചെയ്തു എന്നിട്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, പഠിക്കുന്ന, അവരുടെ അസറുകൾ അറിയാൻ താല്പര്യം കാണിക്കുന്ന, അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളായിരിക്കും സലഫികൾ. മനഹജു സലഫിന്റെ മറ്റൊരു വ്യതിരിക്തതയാണത്. അല്ലാഹു തആല ഖുർആനിൽ ധാരാളം ആയത്തുകളിലൂടെ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സലഫി സലഫി എന്നത് പറയുന്ന വാക്കല്ല, അത് കേവലം പറച്ചിലല്ല. അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമാണോ നമുക്ക് സലഫുകളോട് നമ്മെ താരതമ്യം ചെയ്യാൻ പറ്റുന്നത്, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സലഫികളാവുക, അല്ലെങ്കിൽ അവരെ പിൻപറ്റിയവരാവുക. നോക്കൂ, അല്ലാഹു തആല പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. അല്ലാഹു പറയാണ്, ആരാണോ നേരായ മാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റലാണ് നേരായ മാർഗം എന്നൊക്കെ മനസ്സിലായി, എന്നിട്ടും റസൂലിനോട് എതിർത്ത് നിൽക്കുന്നത്, റസൂല് പഠിപ്പിച്ചതിനെതിരായി നിൽക്കുന്നത്, മുഅ്മിനീങ്ങളുടേതല്ലാത്ത ഒരു മാർഗം പിൻപറ്റുന്നത്. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ മുഅ്മിനീങ്ങളായിട്ട് ആരവിടെ ഉള്ളത്? സ്വഹാബികളാണുള്ളത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, സ്വഹാബികളുടേതല്ലാത്ത ഒരു മാർഗം ആരാണോ പിൻപറ്റുന്നത്, നുവല്ലിഹി മാ തവല്ല, അവൻ പോയ വഴിക്ക് നാം അവനെ തിരിച്ചുവിടും. അവൻ ഏത് വഴിയിലാണോ പോയത് അതിലൂടെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിൽ വെന്തെരിയുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. വസാഅത് മസീറ, എന്ത് മോശപ്പെട്ട ഒരു സ്ഥലമാണത് എന്ന് അല്ലാഹു തആല പറയാൻ. കാരണം ഈ സ്വഹാബികളുടെ പാതയല്ലാത്ത പാതയൊക്കെ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന പാതയാണ്. അതൊരിക്കലും എന്താവില്ല, നമുക്ക് നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സഹായകമാകില്ല. ആ പാതയെല്ലാം പിഴച്ചതാണ്. അതുകൊണ്ട് ഈ സഹാബികൾ എന്താണോ മാതൃക കാണിച്ചത് അതിനെ പിൻപറ്റുന്നവരായിരിക്കും. മറ്റൊരായത്ത് നോക്കൂ, മറ്റുള്ള അഹ്ലി കിതാബുകാരെയും ആളുകളെയും കാണിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ച് അള്ളാഹു പറയാണ്, ഫഇൻ ആമനൂ, അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബിഹ്,
സഹാബികളെ നോക്കി പറയാണ്, സഹാബികളോടെ പറയണത് ബിമിസ്ലി മാ ആമൻതും ബിഹ്, നിങ്ങൾ എങ്ങനെയാണോ വിശ്വസിച്ചത് അതുപോലെ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലാകുമായിരുന്നു. അപ്പൊ സഹാബികളോട് പറയാണ്, നിങ്ങൾ വിശ്വസിച്ച പോലെ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ. അപ്പൊ ആ മിസ്ലിയത്ത് ഉണ്ടല്ലോ, ആ പോലെ എന്നുള്ള വാക്ക്, അത് സഹാബികളെ പോലെ ആകുമ്പോഴാണ് യഥാർത്ഥ ഹിദായത്തുള്ള ആളുകളായിട്ട് നമ്മൾ മാറുക. അപ്പോ മൻഹജ് സലഫിന്റെ മറ്റൊരു പ്രത്യേകത, സലഫി മൻഹജ് പഠിപ്പിക്കുന്ന ഏറ്റവും നേരായ പാത പഠിപ്പിക്കുന്ന ആ ഒരു ആളുകളുടെ, വ്യക്തികളുടെ, സംഘത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് സംസാരത്തിൽ അവർക്ക് മാതൃകയാക്കി സൂചിപ്പിക്കാനുണ്ടാവുക സലഫുകളുടെ രീതിയായിരിക്കും. അവർ പറയും, സലഫുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സലഫുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, സലഫുകൾ ഇബാദത്ത് ഇങ്ങനെയായിരുന്നു, സലഫുകൾ രാത്രി നിസ്കരിച്ചത് എങ്ങനെയായിരുന്നു, അവർ നോമ്പ് നോറ്റിരുന്നത് എങ്ങനെയായിരുന്നു. അവർക്ക് എന്ത് പറയുമ്പോഴും പറയാനുണ്ടാവുക ഏതെങ്കിലും ശാസ്ത്രജ്ഞന്റെയോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രമുഖന്മാരുടെയോ രാഷ്ട്രപിതാക്കന്മാരുടെയോ വാക്കുകളല്ല. അവർക്ക് പറയാനുണ്ടാവുക സലഫുകൾ അവർ പറഞ്ഞ വാക്കുകളായിരിക്കും, അവരതിനെ മാതൃകയാക്കുന്ന ആളുകളായിരിക്കും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കാരണം, അവരെ പിൻപറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതാണ് നേരായ മാർഗം എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് മൂന്നാമത്തെ ഒരു പ്രത്യേകതയാണ്. നാലാമത്തെ പ്രത്യേകത സഹോദരങ്ങളെ, മറ്റുള്ള പിഴച്ച കക്ഷിയിൽ നിന്ന് സലഫി മൻഹജിനെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അൽ അംറു ബിസ്സംഇ വത്ത്വാഅ ലിമൻ തഅമ്മറ അലൈനാ, നമ്മുടെ മേലെ അമീറായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളോട് കേൾവിയും അനുസരണവും ഉണ്ടാകാൻ അവർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ ഒരു സാഹചര്യത്തിന് അപ്പുറത്തേക്ക് ഇസ്ലാമിക ലോകത്ത് മുഅ്മിനീങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുള്ള ഒരു അമീർ ഉണ്ടെങ്കിൽ, ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ, ആ ഭരണാധികാരിയോട് കേൾവിയും അനുസരണവും ഓർമ്മിപ്പിക്കുന്ന വിഭാഗം സലഫികൾ മാത്രമായിരിക്കും. സലഫിയത്തിന്റെ പരിധിയിൽ നിന്ന് ആളുകൾ പുറത്തു പോകുമ്പോൾ അവരിൽ ഏറ്റവും പ്രകടമായി കാണുന്ന കാര്യമാണ് ഭരണാധികാരികളോട് അവർ എതിർത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഭരണാധികാരികളോട് അനുസരണവും കേൾവിയും ഉണ്ടാകണം എന്നതിനെ പഠിപ്പിച്ചു കൊടുക്കാൻ അവർ മടി കാണിക്കും. ഇസ്ലാമിക ലോകത്ത് ബൈഅത്ത് ചെയ്തിട്ടുള്ള ഖലീഫമാരോട്, അമീറന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ഹദീസുകളിലൂടെ ഓർമ്മിപ്പിച്ചുള്ള കാര്യമാണ്, ഇസ്ലാമിക ലോകത്ത് ഭരണാധികാരിയായി എത്തുന്ന ഒരാൾ, അയാൾ എത്ര വലിയ അക്രമിയാണെങ്കിലും നിങ്ങൾ അയാളോട് എന്ത് ചെയ്യണം? കേൾവിയും അനുസരണവും ഉണ്ടാവണം. അള്ളാഹുവിനെ ധിക്കരിക്കാൻ അയാൾ കൽപ്പിച്ചാൽ എന്ത് വേണ്ട? കേൾവി അനുസരണം വേണ്ട. അല്ലാത്ത എന്ത് വിഷയത്തിലും കേൾവിയും അനുസരണം ഉണ്ടായിരിക്കണം. ഇത് സലഫികളെ പഠിപ്പിക്കുകയുള്ളൂ. സലഫി മൻഹജിലുള്ളവരെ ഇത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ, ഓർമ്മപ്പെടുത്തുകയുള്ളൂ. ഒരു ഹദീസ് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഖുൽതു, ഞാൻ ഒരു ദിവസം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ കുന്നാ ബിശർരിൻ, ഞങ്ങൾ ഷർറ് നിറഞ്ഞൊരു അവസ്ഥയിലായിരുന്നു, അഥവാ ജാഹിലിയ കാലത്തിലായിരുന്നു. ഫജാ അല്ലാഹു ബിഖൈറിൻ ഫനഹ്നു ഫീഹി, ഞങ്ങൾ ഇപ്പോഴുള്ള ഈ ഖൈറ് കൊണ്ട് അള്ളാഹു ഞങ്ങളിലേക്ക് വന്നു, അഥവാ ഇസ്ലാമും അതുപോലെ തന്നെ ഖൈറുകളും വന്നു. ഫഹൽ മിൻ വറാഇ ഹാദൽ ഖൈരി ശർറുൻ, ഈ ഖൈറിന് ശേഷം ഇനിയൊരു ഷർറ് ഉണ്ടാവുമോ ചോദിച്ചു. ഈ ഖൈറിന് ശേഷം ഇനിയൊരു ഷർറ് ഉണ്ടാവുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം. വീണ്ടും ഈ സഹാബി ചോദിച്ചു, ഹൽ വറാഅ ദാലിക ശർരി ഖൈറുൻ, അപ്പൊ ഈ ഖൈറിന് ശേഷം ഷർറ് ഉണ്ടാവും പറഞ്ഞല്ലോ, ഇനി ആ ഷർറിന് ശേഷം പിന്നെ ഒരു ഖൈർ ഉണ്ടാവുമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതുണ്ടാവും, വീണ്ടും ഖൈർ ഉണ്ടാവും. വീണ്ടും ചോദിച്ചു, ഫഹൽ വറാഅ ദാലികൽ ഖൈരി ശർറുൻ, ഇനി ആ ഖൈറിന് ശേഷം വീണ്ടും ഷർറ് ഉണ്ടാവുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, വന്നു. അപ്പൊ ഈ സഹാബി ചോദിച്ചു, കൈഫ, അതെങ്ങനെയാണ് റസൂലേ, എന്താണ് ആ ഷർറ് എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഹദീസാണ്, സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യകൂനു ബഅദി അഇമ്മത്തുൻ ലാ യഹ്തദൂന ബിഹുദാ, ചില ഇമാമിയങ്ങൾ, അമീറന്മാർ വരും, എന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് അവരെന്താവൂല, മാതൃക കാണിക്കുന്നവരാവില്ല. വലാ യസ്തന്നൂന ബിസുന്നതി, എന്റെ സുന്നത്ത് അനുസരിച്ച് മാതൃക കാണിക്കുന്ന ആളുകളാവില്ല. വസയഖൂമു ഫീഹിം, ആ ഭരണാധികാരികൾ എങ്ങനെയുള്ളവരുണ്ടാകും? റിജാലുൻ ഖുലൂബുഹും ഖുലൂബു ശയാത്തീൻ ഫീ ജുസ്മാനി ഇൻസിൻ, അവരുടെ കൽബ് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ കൽബായിരിക്കും, പിശാചിന്റെ കൽബായിരിക്കും, ശരീരം മനുഷ്യന്റെ ഉണ്ടാവുള്ളൂ. അത്രയും അക്രമമുള്ള ആളുകളായിരിക്കും, അത്രയും അക്രമകാരികളായിട്ടുള്ള ആളുകളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ സഹാബി ചോദിച്ചു, ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൈഫ അസ്നഉ യാ റസൂലല്ലാഹ് ഇൻ അദ്റക്തു ദാലിക്, അതുപോലൊരു അവസ്ഥ വന്നാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് റസൂലേ?
എന്താ ചെയ്യേണ്ട റസൂലെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് എന്താ അറിയോ? തസ്മഉ വതുതീഉ ലിൽ അമീർ. നീ എന്ത് ചെയ്യണം? നിന്റെ അമീറിനെ കേൾക്കുകയും അനുസരിക്കുകയും വേണം. അമീർ അള്ളാനെ ധിക്കരിക്കാൻ പറയാത്തടത്തോളം കാലം ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് എന്ത് കാര്യമാണോ കൽപ്പിക്കുന്നത് അത് നീ കേൾക്കണം, അത് നീ അനുസരിക്കണം. വഇൻ ദുരിബ വഹ്റുക്, ആ ഭരണാധികാരി നിന്റെ പുറം പൊളിക്കുന്നവനായാലും അത്രയും അക്രമം ചെയ്യുന്നവനാണെങ്കിലും, വഉഖിദ മാലുക ഫസ്മ വഅതി, നിന്റെ സമ്പത്ത് അനധികൃതമായി കൊള്ളയടിക്കുന്ന ആളാണെങ്കിലും നീ എന്ത് ചെയ്യണം? കേൾക്കുക, അനുസരിക്കുകയും വേണം. ഇസ്ലാമിക ലോകത്തെ കാര്യമാണ് പറയുന്നത്. ഇസ്ലാമിക ലോകത്ത് മുഅ്മിനീങ്ങൾ ബൈഅത്ത് ചെയ്തിട്ട് ഒരു ഖലീഫ അവിടെ വരികയാണ്. അയാൾ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അല്ല ഭരിക്കുന്നുണ്ടാവുക, വളരെ തെമ്മാടിത്തരം കാണിക്കുന്നുണ്ടാവും, അക്രമം കാണിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു സന്ദർഭത്തിലും അവരെ കേൾക്കുകയും അനുസരിക്കുകയും വേണം. ഇത് സലഫികളല്ലാതെ ഒരാളും മുസ്ലിം ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തില്ല. സലഫികളല്ലാതെ ഒരാളും ഈ അമീറന്മാരോട്, ഭരണാധികാരികളോട് നസീഹത്ത് ഉണ്ടായിരിക്കണമെന്ന് താക്കീത് ചെയ്യില്ല. ബാക്കിയുള്ള ആളുകളെല്ലാം ഈ അമീറന്മാരിൽ നിന്ന് എന്തെങ്കിലും കുറവുകൾ സംഭവിക്കില്ല എന്നല്ല, സംഭവിക്കും. പറഞ്ഞെന്താണ്? കൽബ് പിശാചിന്റെയും ശരീര മനുഷ്യന്റെയും അങ്ങനെയുള്ള ആളുകൾ വരുന്നതാണ്. എന്നാലും കേൾക്കുകയും അനുസരിക്കണമെന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവർ സലഫികൾ മാത്രമായിരിക്കും. പിഴച്ച ആളുകൾ പറയും ഭീരുക്കളാണ്, അവർ ഭീരുക്കളാണ്, അല്ലെങ്കിൽ അവർ ആ രാജാവിന്റെ ഭരണാധികാരിയിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, ആ രാജാവിനെ തൃപ്തിപ്പെടുത്താനാണ് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും. പക്ഷെ ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ ആ വിഷയത്തിൽ അനുസരിക്കുന്ന, അംഗീകരിക്കുന്ന ആളുകളായിരിക്കും സലഫി മൻഹജ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ. ഈ വിഷയത്തിൽ തന്നെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. ഒരിക്കൽ സലമത്ത് ഇബ്നു യസീദ് അൽ ജുഅഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ നബിയല്ലാഹ്, അള്ളാഹുവിന്റെ നബിയെ, അറഅയ്ത ഇൻ ഖാമത് അലൈനാ ഉമറാഉ യസ്അലൂന ഹഖ്ഖഹും വയംനഊന ഹഖ്ഖനാ ഫമാ തഅമുറുനാ. റസൂൽ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങളുടെ ഒരു കാലത്ത് ഭരണാധികാരികൾ വരികയാണ്, അവരുടെ അവകാശം അവർ ഞങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ട്, ഞങ്ങളുടെ അവകാശം അവരൊന്നും ചെയ്തു തരുന്നില്ല. അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയാതെ തിരിഞ്ഞു വന്നു. ആളുകളുടെ മുമ്പിൽ വെച്ച് ചോദിക്കുകയാണ്. ഇവിടെ വിശ്വാസം ഉത്തരം പറയാതെ തിരിഞ്ഞു വന്നു. വീണ്ടും ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയാതെ ഒന്ന് തിരിഞ്ഞു. അങ്ങനെ വീണ്ടും ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മഉ വഅതീഉ ഫഇന്നമാ അലൈഹിം മാ ഹുമ്മിലു വഅലൈക്കും മാ ഹുമ്മിൽതും. അവരെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. നിങ്ങൾ അനുഭവിച്ചതിന്റെ മേലെ അത് നിങ്ങൾക്കാണ് ഉണ്ടാവുക. അവരുടെ വിഷയം അള്ളാഹ് അവരോട് ചോദിച്ചോളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടുള്ളൂ? നിങ്ങൾ കേൾക്കുക, അനുസരിക്കുക വേണ്ടത്. അപ്പൊ ഇസ്ലാമിക ലോകത്ത് ഒരു അമീർ ഉണ്ടെങ്കിൽ ആ ഭരണ സംഹിതക്കെതിരെ ഇറങ്ങി പുറപ്പെടുകയോ അതിനെതിരെ ഇറങ്ങിത്തിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് പിഴച്ച വിഭാഗങ്ങൾ പറയുന്ന വാദമാണ്. നമ്മുടെ നാടിന്റെ നിയമങ്ങൾ വേറൊരു വിഷയമാണ്, അത് വേറെ ചർച്ച ചെയ്യേണ്ട, വിശദീകരിക്കേണ്ട വിഷയമാണ്. നമ്മൾ പറയുന്നത് ഇസ്ലാമിക ലോകത്ത് ബഅത്ത് ചെയ്ത ഖലീഫമാരോടുള്ള നമ്മുടെ നസീഹത്താണ്. അടുത്ത മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം അസ്സബാതു വറുസൂഖ്, സ്ഥിരതയുള്ളവരായിരിക്കും അവർ. ദീനിന്റെ വിഷയത്തിൽ ബസീറത്തുള്ള, ഉൾക്കാഴ്ചയുള്ള, സ്ഥിരതയുള്ള ആളുകളായിരിക്കും. ഓരോ കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് അവരുടെ നിലപാടുകളിൽ, അടിസ്ഥാനപരമായിട്ടുള്ള നിലപാടുകളിൽ മാറ്റം വരുത്തുന്ന ആളുകളായിരിക്കില്ല സലഫികൾ. അവർക്ക് ഉൾക്കാഴ്ച ഉണ്ടാവും, അവർക്കൊരു പ്രമാണമുണ്ട്, ഖുർആനും ഹദീസും സഹാബികളുടെ ഫഹ്മും. ആ അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് അവർ പിഴക്കില്ല. എന്നാൽ നാസിലത്തായിട്ടുള്ള പുതിയ പുതിയ ചില വിഷയങ്ങൾ, മസ്അലകളിൽ അത് അതിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ച് മനസ്സിലാക്കുന്ന വിഷയമല്ല പറയുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള ദീനിന്റെ കാര്യങ്ങളിൽ, ഇപ്പൊ തൗഹീദിന്റെ വിഷയത്തിൽ, ശിർക്കിന്റെ വിഷയത്തിൽ, സുന്നത്ത് ബിദ്അത്ത് പോലുള്ള വിഷയങ്ങളിൽ, അതുപോലെയുള്ള ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ തബാത്തുള്ള, സ്ഥിരതയുള്ള ആളുകളായിരിക്കും. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഹാദിഹി സബീലി, നബിയെ പറയുക, ഇതാണ് എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ, ഉൾക്കാഴ്ചയോടുകൂടി, കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള ബോധത്തോടു കൂടി. എന്നിട്ടെന്താ പറഞ്ഞത്? അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും അങ്ങനെയാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ എന്താണ് തങ്ങൾ പറയുന്നത് എന്നുള്ള വിഷയത്തിൽ കൃത്യമായ ബോധ്യവും ഉൾക്കാഴ്ചയും പ്രമാണങ്ങളുടെ പിൻബലത്തോടു കൂടി സംസാരിക്കുന്നവരായിരിക്കും സലഫികൾ. അതല്ലാതെ തോന്നിയതുപോലെ എന്തെങ്കിലും ഇന്ന ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നത് ഇങ്ങനെയാണ്, ഇന്നത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ മാറ്റി പറയുന്ന, അല്ലെങ്കിൽ വാദങ്ങളിൽ തോന്നിയതുപോലെ ഒരു ആശയങ്ങൾ മാറ്റുന്ന ആളുകളായിരിക്കില്ല ആര്?
സലഫികൾ. അവർ പറയുന്നതിന് പ്രമാണം ഉണ്ടാവും, അവർ പറയുന്നതിനൊരു അടിസ്ഥാനം ഉണ്ടാവും. ആ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. അടുത്ത ഒരു പ്രത്യേകത അൽ വസതിയ്യതു വൽ ഇഅ്തിദാൽ. വസതിയ്യത്ത്, ഏതൊരു വിഷയത്തിലും മധ്യമ നിലപാട്, ഇഫ്രാത്തും തഫ്രീത്തും ഇല്ലാതെ, അതിര് കവിയലും അതുപോലെ തന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആകുന്ന അവസ്ഥയിലുമല്ലാതെ മധ്യമ നിലപാടിലായിരിക്കും എല്ലാ മേഖലയിലും അവരുണ്ടാവുക. വസതിയ്യത്ത് ദീന് പഠിപ്പിക്കുന്ന കാര്യമാണ്. ദീന് പഠിപ്പിക്കുന്ന കാര്യമാണ് വസതിയ്യത്ത്. എന്ത് കാര്യമാണ്? ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഇസ്സത്ത്, ഒരു മുഅ്മിന് ഇസ്സത്ത് ഉണ്ടാവണം. പക്ഷെ ആ ഇസ്സത്ത് കൂടിക്കഴിഞ്ഞാൽ എന്താവും? കിബറാവും. ഒരു മുഅ്മിന് തവാളു ഉണ്ടായിരിക്കണം. തവാളു കൂടിക്കഴിഞ്ഞാൽ എന്താവും? ദില്ലത്ത് ഉണ്ടാവും. അപ്പൊ അതിന്റെ എല്ലാം ഏതൊരു കാര്യത്തിന്റെയും മധ്യമ നിലപാട് പിൻപറ്റുന്ന ആളുകളായിരിക്കും മൻഹജുസ് സലഫിന്റെ ആളുകൾ. അല്ലാഹു തആല പറഞ്ഞു, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത. വസതിയ്യത്തുള്ള ഏതൊരു കാര്യത്തിനെയും കൃത്യമായ നിലപാടുള്ളവരായിരിക്കും. നിങ്ങൾ നോക്കി, ഇപ്പൊ ഇസ്ലാമിക കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങളിൽ പിഴച്ച, ഖദറിന്റെ വിശ്വാസത്തിൽ പിഴച്ച ആളുകളാണ് ഖദരിയാക്കളും ജബരിയാക്കളും. ഖദരിയാക്കൾ എന്ത് പറയുന്നു? ഖദർ എന്ന് പറഞ്ഞ സാധനമില്ല, അല്ലാഹു തആല അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിട്ടില്ല, അത് എഴുതിയിട്ടില്ല. അതിൽ തീവ്ര ആളുകൾ പറഞ്ഞു അള്ളാഹുവിനൊരു കാര്യം ദുനിയാവിൽ സംഭവിച്ചാലേ അള്ളാഹിന് അറിയുള്ളൂ, അല്ലാതെ അള്ളാഹ്ക്ക് അത് അറിയുന്നില്ല. ഖദറിനെ നിഷേധിച്ച ആളുകൾ. ജബരിയാക്കൾ പറഞ്ഞു എല്ലാം അള്ളാഹിന്റെ ഖദറാണ്, മനുഷ്യന് പ്രത്യേകിച്ച് യാതൊരു മശിയത്തുമില്ല, ഒരു ഉദ്ദേശവുമില്ല, ഒക്കെ അള്ളാഹ് തീരുമാനിച്ച് മനുഷ്യനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണ്, അല്ലാതെ മനുഷ്യന് പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാൽ അഹ്ലുസുന്ന അല്ലെങ്കിൽ സലഫി മൻഹജ് അവരെന്ത് പറയുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ അറിവിൽ മുൻകടന്നതാണ്, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അത് സംഭവിക്കുന്നു, അത് അള്ളാഹു സൃഷ്ടിക്കുന്നതാണ്. എന്നാൽ മനുഷ്യൻ അള്ളാഹു തആല അവിടെ തീരുമാനിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഖുർആനിലും ഹദീസിലും സഹാബികളും പഠിപ്പിച്ചത്. അതിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഏതൊരു വിശ്വാസ കാര്യം എടുത്താലും ഈ അവസ്ഥയിലായിരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു വിശേഷണം അത് അവർ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളോടൊപ്പം ഉണ്ടാവില്ല. ഇനി ദുർവ്യാഖ്യാനിക്കൊന്നുമില്ല, അതൊന്നും എനിക്കറിയില്ല, അള്ളാഹു ആലം പറഞ്ഞ് വെറുതെ വിടൂല. അത് സഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ വിശ്വസിക്കും. കർമ്മങ്ങളിലും അങ്ങനെ തന്നെ, അത് മനസ്സിലാക്കുന്നിടത്തും പ്രവർത്തിക്കുന്നിടത്തും ഒരാൾക്ക് കഴിയാത്ത രീതിയിൽ അതിര് വിട്ട് അവർ ചെയ്യില്ല, അവർ മടി കാണിച്ച് നിൽക്കുകയില്ല, വസതിയ്യത്തിൽ നിൽക്കും. ഏതൊരു കാര്യത്തിലും ഏത് മേഖലയിലും ഈ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ആളുകളായിരിക്കും സലഫി മൻഹജിന്റെ ആളുകൾ. ചില ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ ധാരണയുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ സലഫികൾ എന്ന് പറഞ്ഞാൽ തന്നെ അവർ തീവ്രവാദികളാണ്, തീവ്രമായ കാര്യങ്ങൾ വാദിക്കുന്നവരാണ് എന്നൊരു വാദം. നമ്മൾ ഒരിക്കലും അത് അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ സലഫിയത്ത് പറഞ്ഞിട്ട് അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. സലഫികൾ എന്തല്ല, ഒരിക്കലും അതിര് കവിയില്ല, തീവ്രമായ വാദങ്ങൾ ഉണ്ടാവില്ല. ഖുർആനിലും ഹദീസിലും സഹാബികൾ പഠിപ്പിച്ചത് അത് തീവ്രതയാണെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് സലഫികളുടെ കുറ്റമല്ല, അത് സലഫികളുടെ കുറ്റമല്ല. അപ്പോ അതിര് കവിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിലും പരിധി വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ സലഫികൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചെയ്യേണ്ടത് ചെയ്യാതെ അശ്രദ്ധമായി അലസമായി പോകുന്ന അവസ്ഥയും സലഫികൾക്ക് ഉണ്ടാവില്ല. വസതിയ്യത്തായിരിക്കും ഏത് വിഷയത്തിലും ഉണ്ടാവുക. ഏഴാമത്തെ ഒരു വ്യത്യാസം, സലഫിയത്തിനെ അല്ലെങ്കിൽ സലഫി മൻഹജിനെ മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് മൻഹജുൻ ഖായിമുൻ അലാ തഹ്ഖീഖിൽ വലാഇ വൽ ബറാ. ദീനിന്റെ അടിസ്ഥാനമായിട്ടുള്ള വലാ ബറാ എന്നീ വിഷയം, അതിൽ ഏറ്റവും ശരിയായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളായിരിക്കും മൻഹജുസ് സലഫ്. അവർ അത് പഠിപ്പിച്ചു കൊടുക്കുക ആളുകൾക്ക്. വലാ എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധം ആരോടാണ് ഉണ്ടാകേണ്ടത്, ബറാ എന്ന് പറഞ്ഞാൽ ആരോടാണ് നമ്മൾക്ക് അകൽച്ച ഉണ്ടാകേണ്ടത്, ആരുമായിട്ടാണ് ഒരു മുസ്ലിം അടുത്ത സ്നേഹബന്ധം ഉറ്റമിത്രങ്ങളായിട്ട് കൂട്ടുകൂടേണ്ടത്, അല്ലെങ്കിൽ ആരോടാണ് അടുത്ത സ്നേഹബന്ധവും ഉറ്റമിത്രങ്ങളായി കൂട്ടുകൂടാൻ പാടില്ലാത്തത്, ആരെയാണ് സ്നേഹിക്കേണ്ടത്, ആരെയാണ് വെറുക്കേണ്ടത്, ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർ സലഫികളായിരിക്കും. കാരണം ദീനിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ട കാര്യമാണത്. ആരോടായിരിക്കണം സ്നേഹം? കാരണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞ അതിന്റെ അടിസ്ഥാനം തന്നെ അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ്. അപ്പൊ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ശരിയാണെങ്കിൽ എന്ത് വേണം? അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടണം, അള്ളാഹു വെറുക്കുന്നവരെ വെറുക്കണം. എന്നാലേ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ഒരാൾ എന്താവുള്ളൂ, ശരിയാവുള്ളൂ. അപ്പൊ ആ ദീനെ പഠിപ്പിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അൽ വലാ അൽ ബറാ എന്നുള്ള കാര്യം പഠിപ്പിക്കുകയും അതിന്റെ വസതിയ്യത്തിൽ ഏറ്റവും ശരിയായ രീതിയിൽ അത് പ്രാവർത്തികമാക്കുന്നവരും സലഫികൾ മാത്രമായിരിക്കും. സലഫിയത്തിന്റെ പ്രത്യേകത. അല്ലാത്ത ആളുകൾ അത് സെക്യുലറിസം എന്നുള്ള പേരിലോ ലിബറലിസം എന്ന പേരിലോ അല്ലെങ്കിൽ മതമൈത്രി എന്നുള്ള പേരിലോ ആരുടെ ഒപ്പമാണെങ്കിലും കൂടാം.
ആരുടെ ഒപ്പം ഒന്നിച്ചുകൂടെ, ഏത് മതത്തിന്റെ ഒപ്പം ചേരാം, അല്ലെങ്കിൽ ഏത് ആദർശത്തിനോടൊപ്പം ചേരാം, അല്ലെങ്കിൽ എന്ത് കോലത്തിലും പോകാം എന്നുള്ള വാദക്കാരായിരിക്കും ഇതിന് പുറത്തുള്ളവർ. ഇതൊരിക്കലും തീവ്രതയല്ല, ദീനിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു വെക്കലാണ്. ഇതൊരാളോട് അക്രമം ചെയ്യാനല്ല പറയുന്നത്. ദീനിന്റെ പേരിൽ ബറാഅത്ത് കാണിക്കേണ്ട ഒരാളെ ആക്രമിക്കണമെന്ന് ദീന് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക. അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ മുജാദിലയിൽ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നബിയെ ഒരിക്കലും ഉണ്ടാവില്ല അള്ളാഹുവിലും അതുപോലെ തന്നെ അന്ത്യനാളിൽ വിശ്വസിക്കുന്ന ഒരാൾ, യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും റസൂലിനോടും പകവെക്കുന്ന, എതിര് നിൽക്കുന്ന, അതിനെതിരായിട്ട് നിൽക്കുന്ന ഒരാളോട് സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നതായിട്ട് നീ കാണില്ല. ഒരാള് നമ്മൾ സാധാരണ ഒരു പറയുന്നതാണ്, ഒരാള് നമ്മുടെ ഉപ്പാനെയും ഉമ്മാനെയും ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ പറയുന്ന, അവരെ ചീത്ത വിളിക്കുന്ന, അവരെ ഉപദ്രവിക്കുന്ന ഒരാളോട് ഒരു മകൻ സ്നേഹബന്ധം വെച്ച് പുലർത്തിയ അത് നീതിയാണോ അനീതിയാണോ അക്രമാണോ? ആര് ബുദ്ധിയുള്ള ആരെങ്കിലും പറയും ശരിയാണ്? ഇല്ല. എന്നാൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന അള്ളാഹുവിനെയും റസൂലിനെയും പല രീതിയിൽ എതിർത്ത് നിൽക്കുന്ന, ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ അതിനായി ശ്രമിക്കുന്ന ആളുകളുമായിട്ട് സ്നേഹബന്ധം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? അതൊരിക്കലും ന്യായമല്ല. അത് അവരെ ആക്രമിക്കണമെന്നോ അന്യായമായി ഉപദ്രവിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. അവരോട് കൽബ് കൊണ്ട് നമുക്കൊരു അകൽച്ച തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഏതൊരാൾക്കും ഉണ്ടാവും. അപ്പോ ആ ഒരു കാര്യം പഠിപ്പിക്കുകയും അതിന്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നവർ സലഫികളായിരിക്കും. ഇതിൽ ഓരോന്നും വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചു എന്ന് മാത്രം. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഔസഖ ഉറൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും ബലവത്തായിട്ടുള്ള കെട്ട് എന്ന് പറഞ്ഞാൽ അൻ തുഹിബ്ബ ഫില്ലാഹ്, നീ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കലാണ്, വതുബ്ഗിള ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി വെറുക്കലാണ്. ഈമാനിന്റെ ബലവത്തായിട്ടുള്ള കെട്ടിൽ, അല്ലെങ്കിൽ ഈമാനിന്റെ പൂർണ്ണതയിൽപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക. അപ്പൊ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഗുണം ആരെയിലുണ്ടോ നമ്മൾ അവരെ സ്നേഹിക്കും. അള്ളാഹ് വെറുക്കുന്ന ഒരു ഗുണം ആരെടുത്താളുള്ളത് നമ്മൾ അവനെ വെറുക്കും. അത് നമുക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ്. അവസാനത്തെ പറഞ്ഞാൽ നമ്മൾ പറയുന്നതിൽ അവസാനത്തെ ഒരു വ്യതിരിക്തത ധാരാളം ഇനിയുമുണ്ട്. അന്നഖദു ലിൽ മുഖാലിഫതി ബിദ്ദവാബിത്തി ശർഇയ്യ, ദീനിന്റെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഖുർആനിനോടും ഹദീസിനോടും സഹാബികളുടെ മൻഹജിനോടും എതിരായി നിൽക്കുന്ന ആളുകളെ, അവരുടെ തെറ്റുകളെ തിരുത്തും, അവർക്കെതിരെ റദ്ദ് ചെയ്യും, അവരെ ജർഹ് ചെയ്യും. അഥവാ അവർ പറയുന്നത് തെറ്റാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ പരസ്യമായിട്ട് എതിർക്കും. അങ്ങനെയുള്ള ആളുകൾ, അവരുടെ ന്യൂനതകളെ നമ്മൾ വെളിവാക്കും. അയാളുടെ അപകടം നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കും. ദീനിനെതിരായിട്ടുള്ള, ദീനിന്റെ അടിസ്ഥാനമായുള്ള തൗഹീദിനെതിരെ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവർ ശിർക്ക് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, നമ്മൾ പരസ്യമായി തന്നെ റദ്ദ് ചെയ്യും. അതിന് ഏത് രീതിയിലാണോ ദീനിന്റെ നിബന്ധനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിന് നമ്മൾ എതിർക്കും. അയാൾ ബിദ്അത്ത് പ്രചരിപ്പിക്കുന്ന ആളാണെങ്കിൽ ആ ബിദ്അത്തിനെ നമ്മൾ റദ്ദ് ചെയ്യും. അയാളുടെ അപകടങ്ങൾ നമ്മൾ വ്യക്തമാകും, അയാളെ ജർഹ് ചെയ്യും. അഥവാ അയാളെ പറ്റിയിട്ടുള്ള അപകടം ആളുകളെ നമ്മൾ ഓർമ്മിപ്പിക്കും. അത് സലഫികളുടെ പ്രത്യേകതയാണ്. പല ആളുകളും നമ്മുടെ നാടുകളിൽ പറയുന്നൊരു വാക്കാണ്, സലഫികൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു നടക്കുകയാണ്, മറ്റുള്ളവരെ എന്ത് പറഞ്ഞാലും അവരെ ന്യൂനത പറഞ്ഞു നടക്കുകയാണ്. എങ്ങനെ പറയാതിരിക്കുക സഹോദരങ്ങളെ? പരലോകത്തേക്ക് എത്തേണ്ട ഏറ്റവും നല്ലൊരു മാർഗം നമുക്ക് റസൂലുള്ള കാണിച്ചു തന്നിട്ട്, നരകത്തിന്റെ കാവലായി നിൽക്കുന്ന, നരകത്തിലേക്ക് കാവൽക്കാരായിട്ട് അതിലേക്ക് ക്ഷണിക്കുന്ന ദുആത്തുകൾ, ക്ഷണിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോ അത് അപകടമാണെന്ന് പറയാതിരിക്കാൻ എങ്ങനെ സാധിക്കും? നമ്മൾ സാധാരണ പറയാറില്ല, റോട്ടിൽ ഒരു പരിചയവും ഇല്ലാത്ത, ഒരിക്കലും നമുക്കറിയാത്ത ഒരാള് ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ അയാളുടെ സ്റ്റാൻഡ് ഒന്ന് നേരെ മടക്കിയിട്ടില്ല എങ്കിൽ അത് തട്ടി വീഴുമെന്ന് പഠിച്ച് നമ്മൾ എന്ത് പറയും? അത് സ്റ്റാൻഡ് ഇതായിട്ടുണ്ട്, തട്ടി നേരെ പോകണം പറയും. ചിലപ്പോൾ നമുക്ക് ഒരു പരിചയം ഉണ്ടാവില്ല, അയാൾ ആരാന്ന് നമ്മൾ അറിയില്ല. പക്ഷെ പൊതുവായിട്ട് മനുഷ്യരെന്ന് തോന്നുന്ന ഒരു നസിഹത്താണത്. എന്നാ പരലോകത്ത് ഈ നരകവും സ്വർഗവും ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നമ്മൾ, ഒരാൾ നരകത്തിന്റെ പാതയിലേക്ക് പൊതുവായി പോകുന്നവർ, ഇസ്ലാമിന്റെ പുറത്തുള്ളവർ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അകത്ത് ആ നരകത്തിന്റെ പാതയിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുടെ തെറ്റ് തിരുത്തി കൊടുക്കുക എന്നുള്ളത് എന്താണ്? അത് അയാളോടുള്ള ഏറ്റവും വലിയ നസിഹത്താണ്. അപ്പോൾ ദീനിന്റെ ഈ തെറ്റായ കാര്യങ്ങൾ, ദീനിന്റെ അടിസ്ഥാനങ്ങൾക്ക് എതിരായിട്ട് പറയുന്ന ആളുകളെ തെറ്റുതിരുത്താൻ സലഫികൾ ഉണ്ടാകും.
അതിന്റെ പേരിൽ എന്ത് ഭിന്നതയുണ്ടായാലും എന്ത് കുഴപ്പങ്ങളുണ്ടായാലും ദീനിന്റെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ മസ്ലഹത്തും മഫ്സഹത്തും അവിടെ നന്മയും കുഴപ്പവും എല്ലാം പരിശോധിച്ച് ആ ദവാബിത്തുകൾ അംഗീകരിച്ചുകൊണ്ട് തോന്നിയ പോലെ പറയല. ആരെ കണ്ടാലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിളിച്ചു പറയുന്ന ആളുകളല്ല പറയുന്നത്. ദീനിന്റെ നിബന്ധനകൾക്ക് അകത്ത് നിന്നുകൊണ്ട്, ചില നിബന്ധനകളുണ്ട്, അതിന്റെ അകത്ത് നിന്നുകൊണ്ട് ആ തെറ്റിനെ തിരുത്തുകയും അതിനെ പ്രകടമാക്കുകയും അത് തെറ്റ് തിരുത്തുകയും അത് ആളുകൾക്ക് മുമ്പിൽ അറിയിക്കുകയും ചെയ്യും. കാരണം അത് മുഅ്മിന്റെ ബാധ്യതയാണ്. അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, സൂറത്തുൽ ബഖറയിൽ 159-ാമത്തെ ആയത്തിൽ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ. അല്ലാഹു തആല വ്യക്തമാക്കി തന്നിട്ടുള്ള, അല്ലാഹു തആല നേർമാർഗമായി ഇറക്കിയിട്ടുള്ള ഈ ഒരു കാര്യത്തെ ആരാണോ മറച്ചു വെക്കുന്നത്, മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ്, കിതാബിൽ അത് വ്യക്തമായി അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും അത് മറച്ചു വെച്ചിട്ട് അതിനെ തെറ്റായ രീതിയിൽ ആളുകൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത്, യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, എല്ലാ ശപിക്കുന്നവരും അവരെ ശപിച്ചിട്ടുണ്ട്, എല്ലാവിധ ശാപം അവരുടെ മേലുണ്ടാകും. അപ്പോ ഖുർആനിലും ഹദീസിലും ഒരു കാര്യം വ്യക്തമായി വന്നിട്ട് അതിനെ തെറ്റായി ദുർവ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാതിരിക്കുക, അതിനെ ആളുകൾക്ക് തെറ്റായ രീതിയിൽ പറഞ്ഞു കൊടുത്ത് ആളുകളെ തെറ്റിക്കുക, അതിനെതിരെ സംസാരിക്കും, അതിനെതിരെ നമ്മൾ പറയും. ചില ആളുകൾ കേൾക്കാം, പറയുന്നത് കാണാം, ഇവിടെ പിന്നെ രാജ്യത്ത് ഇന്ന പ്രശ്നം നടക്കുകയാണ്, മറ്റേ പ്രശ്നം നടക്കുകയാണ്, അത് നടക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാണ്, ദീന്റെ പേരിൽ പരസ്പരം തല്ലുകൂടാണ്. സഹോദരങ്ങളെ, ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തിനുള്ള എന്നതാണ്? പരലോകത്ത് വിജയിക്കാൻ തന്നതാണ്. ദുനിയാവിൽ എന്തെങ്കിലും നേടാൻ തന്നാണോ? ദുനിയാവിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ തന്നാണോ? അല്ല. അത് നമ്മുടെ ആവശ്യമാണ്, ജീവിക്കാനുള്ള ദീന് പഠിപ്പിക്കുന്ന ലറൂറത്തുകൾ പെട്ടൊരു കാര്യമാണ്. പക്ഷെ ഏറ്റവും വലിയ അടിസ്ഥാനം തകർത്തിട്ട് അതിന്റെ മേലെ ഉള്ള കെട്ടിടം നോക്കിയിട്ട് എന്താ കാര്യം? അത് നിലനിൽക്കില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ അടിസ്ഥാനം നമ്മുടെ ദീനാണ്. അതിന്റെ കുഴപ്പങ്ങളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് സലഫി മൻഹജിന്റെ പ്രത്യേകതയാണ്. സലഫികൾ അത് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ സഹോദരന്മാരെ, സലഫി മൻഹജാണ് ഏറ്റവും ഹക്കായത് എന്ന് നമ്മൾ ആദ്യം ചെറിയ രീതിയിൽ സൂചിപ്പിച്ചു. അവരെ മറ്റുള്ളവരിൽ നിന്ന്, ഇപ്പോൾ ആരെങ്കിലും ഞങ്ങൾ സലഫികളാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് സലഫികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള ഈ വ്യത്യാസപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാകാനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം ആരംഭിച്ചത് ഒരു അപരിചിതത്വത്തിലാണ്. ഇസ്ലാം തുടങ്ങുന്ന സന്ദർഭത്തിൽ ആ മുശ്രിക്കീങ്ങൾക്കിടയിലാവട്ടെ, ലോകത്തിലെ വ്യത്യസ്ത ആളുകൾക്കിടയിലാവട്ടെ, ജൂത നസാറാക്കൾക്കിടയിലാവട്ടെ, പേർഷ്യക്കാരുടെ ഇടയിലാവട്ടെ, മജൂസികളുടെ ഇടയിലാവട്ടെ, സഹാബികൾ വ്യത്യസ്തരായിരുന്നു. അവരുടെ വിശ്വാസം, കർമ്മം, സ്വഭാവം അവർക്കൊക്കെ അത്ഭുതമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗരീബ, അതുപോലെ ഇസ്ലാം ആളുകൾക്കിടയിൽ അപരിചിതമാകുന്ന ഒരു കാലം വരാനുണ്ട്. കാരണം ഇസ്ലാം ലയിച്ചു പോകും. ശുഭത്തും ഷഹവത്തും വന്ന് ആദ്യ 3 തലമുറകൾക്ക് ശേഷം ഇസ്ലാം എന്തായി? മറ്റുള്ളവരുമായിട്ട് വ്യത്യാസമില്ലാത്ത അവസ്ഥയിൽ ഇസ്ലാം ലയിച്ചു പോകുന്ന അവസ്ഥയാവും. അവിടെ തിരിച്ചു വരുന്ന ഒരു കാലമുണ്ട്. അതായത് ചില ആളുകളെ കാണുമ്പോൾ മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് തന്നെ തോന്നും, ഇവരെന്താപ്പത്, ഇവരെന്താണിത്, ഇവരെന്തീ പറയുന്നത് അങ്ങനെ തോന്നിപ്പോവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫതൂബാ ലിൽ ഗുറബാ, ഈ ഗുറബാക്കൾക്ക് അഥവാ ഖുർആനെയും ഹദീസിനെയും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ അപരിചിതരായിരിക്കും, അവർക്ക് ആശംസ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ചോദിച്ചു, മനിൽ ഖുറബ, നബിയെ ആരാണ് ഖുറബാക്കൾ, ആരാണ് ഈ അപരിചിതർ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലദീന യസ്ലുഹൂന ഇദാ ഫസദ അന്നാസ്, ജനങ്ങൾ ഫസാദിലാകുമ്പോൾ സ്വയം നന്നാകുന്നവർ. മറ്റു ചില റിവായത്തിൽ ഹുമുല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ അന്നാസ് മിൻ സുന്നത്തി, എന്റെ സുന്നത്തിൽ നിന്ന് ജനങ്ങൾ ഫസാദാക്കിയ, കുഴപ്പത്തിലാക്കിയ, വ്യക്തമാക്കാതെ തെറ്റിച്ചു പോയ ആ ഒരു സുന്നത്തിനെ, ആ ഒരു മാർഗത്തെ നന്നാക്കുന്ന ആളുകളുമാണ്. സ്വയം നന്നാവും, മറ്റുള്ളവരെ നന്നാക്കാൻ പരിശ്രമിക്കുന്ന ആളുകളുമായിരിക്കും. അഥവാ ദീനിന്റെ വിഷയത്തിൽ വിശ്വാസികളുടെ സുന്നത്തിനെയും അതുപോലെ ഈ സലഫുകളുടെ മാർഗത്തെയും ഏറ്റവും രൂപത്തിൽ നന്നാക്കി ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുമായിരിക്കും ആര്? സലഫി മൻഹജിന്റെ ആളുകൾ അഥവാ ഖുറബാക്കൾ, അഹ്ലുസുന്നയുടെ ആളുകൾ എന്ന് പറയുന്നവരായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദീൻ നമ്മൾ പഠിക്കുമ്പോൾ ആ ദീന് ശരിയായ രൂപത്തിൽ പ്രാവർത്തികമാക്കാൻ സലഫി മൻഹജ് എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ ഉസൂലുകൾ പഠിക്കണം, അതിൻ്റെ ഖസായിസുകൾ, അതിൻ്റെ പ്രത്യേകതകൾ പഠിക്കണം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്ന കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരാൾ ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ദീന് മനസ്സിലാക്കാൻ
ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇതാണ്. ഇതുപോലെയുള്ള ചില കാര്യങ്ങളാണ്. കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. പഠിക്കുന്നതിലൂടെയാണ് നമുക്ക് ദീന് കൂടുതൽ അറിയാനും പ്രാവർത്തികമാക്കാനും സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അവൻ നമ്മെ സഹാബികളുടെ പാത പിൻപറ്റുന്ന യഥാർത്ഥ സലഫികളിൽ ഫിർഖത്തുൻ നാജിയ രക്ഷപ്പെടുന്ന വിഭാഗം, അല്ലെങ്കിൽ ത്വായിഫത്തുൽ മൻസൂറ സഹായിക്കപ്പെടുന്ന സംഘം, അതല്ലെങ്കിൽ അഹ്ലുസുന്ന വൽ ജമാഅ സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും സഹാബികൾ ഇജ്മാഇന്റെയും പിൻപറ്റുന്ന ആളുകൾ, അങ്ങനെ എല്ലാ പേരുകൾ അറിയപ്പെടുന്ന യഥാർത്ഥ ഇസ്ലാമിന്റെ ശരിയായ ഇസ്ലാമിന്റെ വക്താക്കളായി ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം ഈ പാതയിൽ മരണം വരെ ഉറപ്പിച്ച് നിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.